ഫസ്റ്റ് ഡേ തന്നെ റൂം കലങ്കോലായിട്ട് കിടന്നപ്പം എന്താ ചേച്ചി തോന്നി? ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ റൂം അറേഞ്ച്മെന്റ്സ് എന്ന് പറയുന്നത് ഒരു ക്ലാരിറ്റി അന്ന് ഇല്ലാണ്ടായി പോയി. എന്റെ അമ്മയ്ക്കാണെങ്കിൽ അന്ന് പ്രഷർ കുറച്ച് ശ്വാസം മുട്ടലായി, പ്രഷർ ലോ ആയിട്ട് എനിക്ക് പറഞ്ഞു എനിക്ക് ഒന്നെങ്കിൽ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. ഇങ്ങനെയാണ് അത് മനസ്സിലാക്കി കൂടെ നിന്നു അല്ലേ? റൂം അറേഞ്ച് ചെയ്ത് വെക്കേണ്ട എന്റെ ഉത്തരവാദിത്വമാണ്. ഇവിടെ ഫസ്റ്റ് ഡേ വീട്ടിൽ വരുന്നതാണ് അല്ലേ? അപ്പൊ വീട്ടിൽ വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ഇംപ്രഷൻ ആണല്ലോ അത്. ഒരു പെൺകുട്ടി കയറി വരുന്നുണ്ട്, അപ്പൊ ആ റൂം അങ്ങനെ അല്ലായിരുന്നു ഇടേണ്ടെന്നുള്ളത് ഞാൻ ചിന്തിക്കേണ്ട കാര്യമാണ്. പിന്നെ എന്റെ അടുത്ത് എന്റെ ഫ്രണ്ട്സ് ചോദിച്ചു റൂമിൽ കുറച്ച് മുല്ലപ്പൂ റോസാപ്പൂ ഒക്കെ വെക്കട്ടെ. എനിക്ക് അങ്ങനത്തെ പരിപാടി താല്പര്യം. അതുകൊണ്ടാണ് അങ്ങനെ ഒന്നും നിങ്ങൾ കാണാത്തത്. മാരേജിൽ തന്നെ അർജുൻ ചേട്ടൻ ശ്രീതു ചേച്ചിയെ കണ്ടിട്ടുണ്ടായിരുന്നില്ല, വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാവരും വിളിച്ചോ, എന്നോടല്ല അവരോട് ചോദിക്കണ്ട. ചുമ്മാതല്ല അന്ന് അടി കിട്ടിയത്, അങ്ങനെയൊക്കെയുള്ള കുറെ കമന്റ്സ് വരുന്നുണ്ട്. അത് കാണുമ്പോൾ എന്താ തോന്നുന്നു? ഇതിപ്പോ പറയേണ്ട കാര്യം അല്ലെങ്കിലും പറയാം. ഋഷിയുടെ മാരേജിന്റെ അവിടെ വെച്ചിട്ടാണ് എന്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുന്നത്. ആദ്യമായി ഒരുപാട് മീഡിയക്കാർ നിൽക്കുന്ന സമയത്ത് മറ്റുള്ള ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്റെ അടുത്ത് വന്നിട്ടൊരു കാര്യം പറയും. ആ സോറി പറയുന്നത് അവിടെ വെച്ചല്ല, അതല്ല വേദി. ഋഷിയുടെ കല്യാണ സമയത്തല്ല സിജു അടുത്ത് വന്ന് എക്സ്പ്ലനേഷൻ ചെയ്യേണ്ടത്. എന്റെ കല്യാണ സമയത്ത് ഒരു പെൺകുട്ടിയാണ് എന്തെങ്കിലും ചോദിക്കുന്നത്, ഞാൻ അടി കൊണ്ടു എന്നുള്ളത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആ ചോദ്യം. കാരണം അവിടെ വെച്ചിട്ട് ആ ചോദ്യം ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ആ സമയത്ത് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉത്തരവായിരുന്നു കൊടുത്തത്. അതിൽ അത്രേ ഉള്ളൂ. നിനക്ക് അന്ന് തല്ലി കൊണ്ട് നന്നായി. റോക്കിനെ ഒന്നൊരു വിളിക്കണോ? പിന്നെ എന്റെ കുടുംബത്തിൽ നിന്ന് വിളിച്ചാൽ മതിയല്ലോ വരാനേ. എനിക്ക് അമ്മാതിരി ദേഷ്യമൊക്കെ വരാം. അച്ചു അടക്കം എന്റെ അമ്മ അവർ കരഞ്ഞ, അവർ വിഷമിച്ച ഒരുപാട് മൊമെന്റ്സ് ഞാൻ നേരിട്ട് കണ്ട ആളാണ്. ശരിക്കും ആ ഇൻസിഡന്റ് ഉണ്ടായി പുറത്തിറങ്ങിയപ്പോ എന്താ ചേച്ചിക്ക് തോന്നിയത്? രാവിലെ ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോ സിജോയുടെ സർജറി കഴിഞ്ഞെന്ന് പറഞ്ഞു. എന്നെ മൊത്തം സലമാനം കണ്ടുള്ളൂ. ജസ്റ്റ് ആ ഒരു പ്രോമോ വന്ന് ഇടി കണ്ടു, പിന്നെ ആളെയും കണ്ടിട്ടില്ല. സർജറി ഒരു സംഭവം കൂടെ കേൾക്കുമ്പോ കിളിപോയി. കാരണം എന്റെ ഏറ്റവും മോശം സ്റ്റേജിലൂടെ എന്നെയും എന്റെ ഫാമിലിയെയും എന്റെ ഭാര്യനെയും ഒക്കെ കടത്തിവിട്ട ഒരു വ്യക്തിയാണ് അയാൾ. ഒരിക്കൽ പോലും മാന്യമായിട്ട് ആരുടെടുത്തും സംസാരിച്ചിട്ടില്ല. എന്റെ കല്യാണ സമയത്ത് ആ വ്യക്തിയെ ക്ഷണിക്കില്ല. എന്റെ മരണം വരെ ആ വ്യക്തിയുടെ ഒരു ബന്ധവും ഉണ്ടാവില്ല. കടന്നു പോയ ആളും ഞാനാണ്. കമന്റ് പറയുന്ന ആൾക്കാർക്കോ അഭിപ്രായം പറയുന്ന ആൾക്കാർക്കോ അവിടെ നിന്ന് ചുമ്മാ കുത്തിയിരുന്ന് എന്തെങ്കിലും പറഞ്ഞാൽ മതി. ഇനിയിപ്പോ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ എന്താണ്? ഇപ്പോൾ കുറച്ച് നാളായിട്ട് എന്റെ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയായിരുന്നു. ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. ചെമ്മണ്ണൂരിനെ പറ്റി സംസാരിക്കുമ്പോൾ കുറച്ച് കൺട്രോളൊക്കെ വേണേ. നമ്മുടെ ഒരു കൺട്രോൾ ഉണ്ടാവത്തില്ല. അപ്പോൾ അയാളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അയാൾ ചിലപ്പോൾ ഒരുപാട് കാശുള്ള വ്യക്തിയോ അല്ലെങ്കിൽ വലിയൊരു ആളൊക്കെ ആയിരിക്കാം. പക്ഷെ എന്റെ സംസാരത്തിനകത്തും പ്രവർത്തിക്കാത്തും ആ മയം അല്ലെങ്കിൽ ആ മിതത്വം കൊണ്ടുവരാൻ എനിക്ക് പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട്. പള്ളിയിൽ വെച്ച് കരഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ താലി കെട്ടിയപ്പോ? എന്താ പറ്റി? അത് എന്തോ ഇമോഷണൽ ആയി പോയി. ഇപ്പം ഞങ്ങൾ 6 വർഷത്തെ പ്രണയമാണ്. ഇതിങ്ങനെ എത്തിയപ്പം പഴയതൊക്കെ ആലോചിച്ചു. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച ആ ഒരു മൊമെന്റ് നമ്മുടെ മുന്നിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. ആ സന്തോഷം കൊണ്ടായിരിക്കാം. അഫോർഡബിൾ റേറ്റിന് ടൂർ പാക്കേജ് നോക്കുന്നവരാണ് നിങ്ങൾ എന്ന് നിങ്ങൾക്ക് ഒരു അടിപൊളി ടീമിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. സാഫർ ഗ്രൂപ്പ് ടൂർസ് ആൻഡ് ഗൈഡ്ലൈൻസ്. നോർത്ത് ഇന്ത്യൻ ടൂർ പാക്കേജുകൾ: ആഗ്ര, ഡൽഹി, ജയ്പൂർ പാക്കേജ്, ആൻഡമാൻ പാക്കേജ്, കാശ്മീർ, അമൃത്സർ, ഡൽഹിയിൽ നിന്നും 9 ദിവസത്തെ വോൾവോ ബസ്സിലുള്ള ടൂർ പാക്കേജ്. അതുമാത്രമല്ല 2025 സെപ്റ്റംബറിൽ തിരുവനന്തപുരത്ത് നിന്നും കാശ്മീർ വരെ 27 ദിവസത്തെ വോൾവോ ബസ്സിലുള്ള ടൂർ പാക്കേജും ഉണ്ട്. എല്ലാം 3 സ്റ്റാർ പ്രീമിയം പാക്കേജുകൾ. ട്രാവൽ ഏജൻസികൾക്ക് നൽകുന്ന അതേ കോസ്റ്റിൽ തന്നെ കസ്റ്റമർക്കും നേരിട്ട് നൽകുന്ന ടൂർ ഏജൻസി. കൂടാതെ ട്രാവൽ ഇൻഷുറൻസും സർക്കാർ ജീവനക്കാർക്ക് LTC അസിസ്റ്റൻസും. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട. കണക്ട് വിത്ത് സാഫർ ഗ്രൂപ്പ് ടൂർസ് ആൻഡ് ഗൈഡ്ലൈൻസ്. വെൽക്കം ബാക്ക് ടു മഴവിൽ കേരളം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് നമ്മുടെ സിജോ ചേട്ടനും അതുപോലെ ലിനു ചേച്ചിയാണുള്ളത്. രണ്ടുപേർക്കും വെൽക്കം ബാക്ക്. അപ്പം എന്തൊക്കെയാണ് കല്യാണം കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളൊക്കെ വരുന്നത്? കല്യാണം കഴിഞ്ഞ് നല്ല നല്ല വിശേഷങ്ങൾ അറിയാലോ. ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചടങ്ങിനിടയിലാണ് ഇന്റർവ്യൂവിന് ഇപ്പോൾ ഓടി വന്നത്. കാരണം നമ്മൾ കല്യാണം കഴിഞ്ഞ് ഒരു 3 ദിവസം കഴിയുമ്പോഴത്തേക്കും ഭാര്യ വീട്ടിലേക്ക് പോകണമല്ലോ. ഭാര്യ വീട്ടിലേക്ക് പോയി അവിടെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ മാതാപിതാക്കളും വേണ്ടപ്പെട്ടവരൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നത് 3 ദിവസം നിൽക്കണം എന്നുള്ളതാണ്. പക്ഷെ ഞങ്ങൾക്ക് അവിടെ 2 ദിവസം നിൽക്കാനായിട്ട് പറ്റുള്ളൂ. ഇന്നലെ ഉച്ചയ്ക്ക് ഇറങ്ങി നേരെ ഇങ്ങോട്ട് വരാ ചെയ്തത്. അതെ. വിവാഹം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിരുന്നു അല്ലേ? അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇത്ര വൈറലാവും വിചാരിച്ചിരുന്നോ? അല്ല, ഇന്നത്തെ വൈറൽ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്തൊരു ഇപ്പൊ നമ്മള് വിവാഹം കഴിക്കുന്നു. ഞാൻ ബിഗ് ബോസിലുള്ള ഉണ്ടായിരുന്നത് കൊണ്ടും
അല്ലെങ്കിൽ ബിഗ് ബോസിൽ എന്റെ സുഹൃത്തുക്കൾ നമ്മുടെ കല്യാണത്തിന് വരുന്നത് കൊണ്ട് അവരെ കാണാൻ കുറച്ച് മീഡിയാസ് ഉണ്ടാവും. ഞാൻ അതേ പ്രതീക്ഷിക്കുന്നുള്ളൂ. നമ്മൾ വൈറലാകാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ലല്ലോ. കല്യാണം കഴിച്ച് വൈറലാകുക എന്നുള്ള ഉദ്ദേശം നമുക്കില്ലല്ലോ. അങ്ങനെയല്ലല്ലോ. കല്യാണം എന്ന് പറയുന്നത് നമ്മുടെ വേറൊരു ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഒരിക്കൽ പോലും കല്യാണം വൈറലാകണം എന്ന് എനിക്ക് ഉദ്ദേശമില്ല. എന്റെയും ലിനുവിന്റെ ആഗ്രഹപ്രകാരം നമ്മളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ കല്യാണം നടക്കണം, ഭംഗിയായിട്ട് നടക്കണം, സന്തോഷപൂർവ്വം നടക്കണം, പാരന്റ്സ് ഹാപ്പി ആയിരിക്കണം, വരുന്ന ആൾക്കാർ ഹാപ്പി ആവണം. ഇതാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന കാര്യം. പക്ഷെ അതിനപ്പുറത്തേക്ക് എൻ്റെ ഒരു നോറ എന്ന് പറഞ്ഞ സുഹൃത്തൊരു തമാശ കാണിക്കുന്നു. അതിനോടനുബന്ധിച്ച് നമ്മളോട്ടും ആരുമായിട്ടും ബന്ധമില്ലായിരുന്ന ഏതൊരു വേറൊരു വ്യക്തി വന്നിട്ട് ഒരു കമന്റ് പറയുന്നു. അതിലൂടെ കിട്ടിയൊരു വൈറൽ സംഭവം ഉണ്ട്. പക്ഷെ അത് നമ്മൾ പ്രതീക്ഷിച്ചതോ ആഗ്രഹിച്ചതോ ആയിട്ടുള്ള കാര്യം ആയിരുന്നില്ല. അങ്ങനത്തെ സംഭവം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, ഒരിക്കലും ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനെ ഒരു വൈറാലിറ്റി വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഓവറോൾ എങ്ങനെ ഉണ്ടായിരുന്നു വിവാഹം ചടങ്ങുകളാണെങ്കിലും? നന്നായിട്ട് നടന്നു, നടന്നിട്ടുണ്ടായിരുന്നു. പള്ളിയിൽ വെച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ കാല് കെട്ടിയപ്പോ? എന്താ പറ്റിയത്? അത് എന്തോ ഇമോഷണലായി പോയി. 6 വർഷത്തെ പ്രണയമാണ്. ഇങ്ങനെ എത്തിയപ്പം പഴയതൊക്കെ ആലോചിച്ചു. അങ്ങനെ ആ ഒരു സ്പാൻ ഓഫ് സെക്കൻഡിലെ നമ്മൾ ഈ 6 വർഷത്തിലുള്ള ഒരുപാട് മൊമെന്റ്സ് ഉണ്ടാവുമല്ലോ. സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും ഒക്കെ മൊമെന്റ്സ് ഉണ്ടാവും. അപ്പൊ എന്റെ മനസ്സിൽ കൂടെ പെട്ടെന്ന് അതിങ്ങനെ ഒന്ന് ഓടിപ്പോവുമല്ലോ. നമ്മൾ കുറെ കാര്യങ്ങള് സത്യം പറഞ്ഞാല് ഞങ്ങള് 2021 തൊട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്, പ്രേമിച്ച് നടക്കുന്ന സമയത്ത്. അപ്പോൾ ഓരോ വർഷവും പല പല കാര്യങ്ങൾ കൊണ്ട് നമുക്കത് മാറ്റി വെക്കേണ്ടി വരും. അപ്പൊ സങ്കടം ഉണ്ടാവും മാറിപ്പോകുമ്പോ. കാരണം നമ്മൾ അവിടെ നമുക്കിപ്പൊ കല്യാണം കഴിക്കാൻ നമ്മൾ പറയുന്നു, പിന്നീട് അത് മാറിപ്പോകുന്നു. അപ്പൊ നമുക്ക് സങ്കടം ഉണ്ടാവും. പിന്നെ നമ്മളൊരു സമയം നമ്മൾ ആഗ്രഹിക്കും, അപ്പോഴും മാറിപ്പോകും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ആഗ്രഹിച്ച ആ ഒരു മൊമെന്റ് നമ്മുടെ മുന്നിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. ആ സന്തോഷം കൊണ്ടായിരിക്കാം ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് കരഞ്ഞത്. അപ്പൊ പറഞ്ഞു ആ സന്തോഷം കൊണ്ടാണ് ഞാൻ കരഞ്ഞതെന്ന് പറഞ്ഞു. വിഷമമല്ല, ഭയങ്കര സന്തോഷം. ശരിക്കും അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭയങ്കരമായിട്ടും അല്ലേ. കാരണം 6 years ഉണ്ടായിരുന്നു. നമുക്ക് ലവ് സ്റ്റോറി ഒന്ന് കേൾക്കണ്ടേ? ശരിക്കും ചേച്ചിയുടെ എന്താ എങ്ങനെയാ കിട്ടിയത് ചേച്ചിയെ? അതെ, ഞാനത് ഇതിനു മുമ്പ് ഞങ്ങളുടെ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലിനുവിനെ നമ്മൾ എന്താ പറയുക, ഞങ്ങൾ നമ്മൾ ഒരിക്കലും കണ്ടുമുട്ടാൻ ഒരു ചാൻസും ഇല്ലാത്ത ആൾക്കാരാണ്. രണ്ട് ജില്ലയാണ് ഒന്ന്. പിന്നെ നമ്മള് ഒരുമിച്ച് ജോലി ചെയ്ത ആൾക്കാരല്ല, ഒരുമിച്ച് പഠിച്ച ആൾക്കാരല്ല, എന്റെ ജൂനിയറോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല, എൻ്റെ ഒരു അകന്ന ബന്ധുവോ അല്ലെങ്കിൽ സുഹൃത്തിന്റെ സുഹൃത്തോ ഒന്നുമല്ല. ഞങ്ങൾ തമ്മിൽ കാണേണ്ട ഒരു സാഹചര്യവും എവിടെയും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പണ്ട് കുറച്ചു കാലം മുന്നേ ഞാനൊരു ചെറിയൊരു ബിസിനസ് എന്നോ ഒരു ജോലി എന്നൊക്കെ പറയാം, അത് ചെയ്തിരുന്ന സമയത്ത് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ചങ്ങനാശ്ശേരി കോണ്ടൂറിൽ വെച്ചിട്ട്. ആ മീറ്റിംഗിൽ ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ പറയാം, അതൊരു MLM കമ്പനി ആയിരുന്നു. ഓക്കെ, ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല അതിനെ. അന്ന് ഞാൻ എൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അവിടേക്ക് പല ആൾക്കാർ, പല ഈ ഗസ്റ്റുകൾ എന്നൊക്കെയാണ് നമ്മളതിന് അവിടെ യൂസ് ചെയ്യുന്ന ടൈം. അങ്ങനെയാണ് ഒരു ഗസ്റ്റിനെ കൊണ്ടുവരിക എന്നൊക്കെയാണ്. അങ്ങനെ ലിനുവിന്റെ പപ്പ അവിടെ ആരുടെയൊക്കെയോ ഒരു ഫോഴ്സ് കൊണ്ട് അവിടേക്ക് ആ പ്രോഗ്രാം എന്താണെന്ന് കേൾക്കാനായിട്ട് വരുന്നു. ഞാൻ അവിടെ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്ന ആളാണ്. ഞാനാണ് ആ പ്രോഗ്രാം അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പോഴും ലിനുവിന്റെ പപ്പ ഞാനുമായിട്ട് സംസാരിക്കേണ്ട സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ അന്ന് പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്തതുകൊണ്ട് ഒരു പുള്ളി ലിനുവിന്റെ പപ്പയെ കൊണ്ടുവന്ന ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറയുന്നു, സിജു നീ ആണല്ലോ എന്തായാലും പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്തത്, പപ്പയുടെ അടുത്ത് സംസാരിക്കാൻ പറയും. പപ്പയ്ക്ക് സംസാരിച്ചപ്പോഴത്തേക്കും അറിയില്ല. അപ്പോൾ പപ്പ പറഞ്ഞു എൻ്റെ മോൾക്ക് ഇത്തിലൂടെ ഒരു ഐഡിയ ഉണ്ടാവും ഇതിനെപ്പറ്റി, മോളോട് വേണമെങ്കിൽ വന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ഫ്രീ ആവുന്ന സമയത്ത് സംസാരിച്ചു. അന്ന് ഇവള് ഷോപ്പിലെ കാര്യങ്ങൾ, കടയിലെ കണക്കും കാര്യങ്ങളൊക്കെ വേണം നോക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞപ്പോൾ ഈ ബിസിനസ് ക്ലോസ് ചെയ്യാന്നൊരു സംഭവം ഉണ്ട്. അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പുള്ളിക്ക്, കാരണം പുള്ളി എൻ്റെ ടീമല്ല, പുള്ളിക്ക് പെട്ടെന്ന് എങ്ങനെയെങ്കിലും ബിസിനസ് ക്ലോസ് ചെയ്ത് പപ്പ ഇതിലേക്ക് ആക്കണം. അങ്ങനെ ഞാൻ എന്നെ കൂടെ കൂട്ടിക്കൊണ്ട് പോയിട്ട് സംസാരിക്കാൻ പറയുന്നു. അപ്പം ഞാൻ ആ സമയത്ത് ഇതൊരു നല്ല പരിപാടിയല്ല, എന്നെ സംബന്ധിച്ചുള്ള നല്ല പരിപാടിയല്ലെന്നും അതെനിക്ക് അൺവാണ്ടഡ് ആണെന്നും എൻ്റെ ക്യാരക്ടറും അല്ലെങ്കിൽ എൻ്റെ ഒരു എന്താ പറയണ്ടേ ഒരു രീതി അനുസരിച്ച് ഇതെനിക്കൊരു പൊട്ട ബിസിനസ് ആണെന്ന് ഞാൻ 2 വർഷം കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. 2 വർഷം സമയം എടുത്തു എനിക്കിത് പറ്റില്ലെന്ന് ഞാൻ സ്വയം മനസ്സിലാക്കാനായിട്ട്. പക്ഷേ ഞാൻ ലിനുവിൻ്റെക്ക് സംസാരിക്കുന്നു. അന്നെനിക്ക് ലിനു ആരാണെന്നോ എന്താണെന്നൊന്നും അറിയില്ല, ഏതൊരാള്. അപ്പോൾ ആ വ്യക്തിയുടെ ഞാൻ സംസാരിക്കുമ്പോൾ അവർ വളരെ അരമണിക്കൂർ കൊണ്ട് മനസ്സിലാക്കി ഇതെനിക്ക് പറ്റുന്ന ഇവർക്ക് പറ്റുന്ന ബിസിനസ് അല്ല എന്നുള്ളത്. എന്നിട്ട് അവർ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി, നിങ്ങളിത് ചെയ്യരുത്, നിങ്ങൾ ചെയ്യാൻ നിന്നതിന് നിങ്ങളുടെ ഭാവി പോവും. അപ്പം ഞാൻ ആലോചിച്ച് ശരിയാണല്ലോ, ഞാൻ 2 വർഷം എടുത്തിട്ടാണിത് മനസ്സിലാക്കി. അപ്പോൾ ഇദ്ദേഹത്തിന് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളാണെന്ന് എനിക്ക് പിടികിട്ടി. അങ്ങനെ അപ്പം എനിക്ക് പെട്ടെന്ന് നമുക്കൊരു സ്പാർക്ക് തോന്നുമല്ലോ, ഇയാൾ കൊള്ളാമല്ലോ എന്നിട്ട് നമുക്ക് തോന്നലുണ്ടാവും. കാരണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം സമയം എനിക്ക് വളരെ പെട്ടെന്ന് പറഞ്ഞു തന്നു. അപ്പൊ ഇദ്ദേഹത്തിന് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് പറഞ്ഞതൊന്നുമല്ല, ഇവർക്കത് പറ്റില്ല എന്ന് പറഞ്ഞതാണ്. അപ്പൊ എനിക്ക് അദ്ദേഹത്തിനോട് ഭയങ്കര റെസ്പെക്ട് തോന്നി.
അങ്ങനെ അത്രയും മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഇത്ര ചെറുപ്രായത്തിൽ. അപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്ക് ഇയാളുടെ പേരറിയില്ല. സംസാരിക്കുമ്പോഴത്തേക്കും ലിനു എന്ന് പറയുന്നുണ്ട്. അന്ന് ഇൻസ്റ്റാഗ്രാം അല്ല ആക്റ്റീവ്, അന്ന് ഫേസ്ബുക്ക് ആണ് നമുക്ക് ഇതിലൂടെ ആക്റ്റീവ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇയാളുടെ ഫുൾ നെയിം കിട്ടണം. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ജോലി ഈ ബിസിനസ് നിങ്ങൾ ചെയ്തില്ലേ ചെയ്യണ്ട, എനിക്ക് നിങ്ങളുടെ ഒരു ഡീറ്റെയിൽസ് തന്നാൽ മതി, എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അന്ന് നമുക്ക്. അപ്പം പപ്പായുടെ പേരാണ്, അപ്പം പപ്പായുടെ പേര് സ്കറിയ എന്നാണ്, ബാബു എന്നാ വിളിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു പപ്പായുടെ പേര്, അങ്കിളുടെ പേര് ഇത് ചെയ്യണ്ട, കാരണം അങ്കിളുടെ പേര് ചെയ്ത് കഴിഞ്ഞാൽ അങ്കിളിന് കുറച്ച് ഏജ് ആയിട്ടുള്ള ആളല്ലേ, നമുക്ക് മോളുടെ പേര് ചെയ്യാം. പേരിങ്ങനെ എഴുതി, ലിനൂസ് കറിയാന്ന് എഴുതി. അപ്പൊ ഞാൻ പെട്ടെന്ന് ചോദിച്ചു, സോഷ്യൽ മീഡിയയിലും ഈ സെയിം പേരാണോ എന്ന് ചോദിച്ചു. കാരണം എനിക്കതാ വേണ്ടത്, ഇവര് ബിസിനസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമില്ലല്ലോ, ഇവര് ചെയ്യില്ലെന്ന് എനിക്കറിയാം. അപ്പൊ സോഷ്യൽ മീഡിയയിലെ പേര് അപ്പൊ എനിക്ക് പെട്ടെന്ന് ലിനു മരിയ അല്ലേ ഇൻസ്റ്റയില്. അപ്പൊ അങ്ങനെ എന്തൊരു ഇതുകൂടെ പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ അന്ന് ആ ഫോം ഞാൻ പെട്ടെന്ന് ഫോട്ടോ എടുത്തു. കാരണം ആ ഫോം കൊണ്ട് മറ്റേ പുള്ളി പോകും. അതായത് ലിനുവിന്റെ പപ്പനെ കൊണ്ടുവന്നൊരു അങ്കിളുണ്ട്, ഒരു സാറുണ്ട്, അയാള് ഈ ഫോം കൊണ്ട് അങ്ങ് പോകും. അപ്പൊ ഞാൻ പെട്ടെന്ന് എന്റെ ഫോട്ടോ എടുത്ത് വെച്ചു. ഞാൻ നേരെ വണ്ടി കയറി, ഞാൻ പെട്ടെന്ന് തപ്പിയെടുത്ത് റിക്വസ്റ്റ് അയച്ചു ഫേസ്ബുക്കിൽ. അങ്ങനെ സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഫേസ്ബുക്കിൽ സംസാരിച്ച് ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന ആളാണ്, അറിയാം. അപ്പൊ എനിക്ക് ചോദിച്ചു ആ ബിസിനസ് ഇപ്പോഴും ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞു നിർത്തണം, സ്റ്റോപ്പ് ചെയ്യണം. പറഞ്ഞു പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ സംസാരിച്ച് കുറച്ച് കമ്പനി. അപ്പൊ ഞാനൊരു ഗ്യാപ്പ് നോക്കി നിൽക്കുകയാണ്. എപ്പോ എത്ര നാളെടുത്ത് ശരിക്കും ഇങ്ങനെ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ ചേച്ചിയാണ്? ഒരു മിനിറ്റ്, ഈ റിക്വസ്റ്റ് ഒന്നിപ്പോ എന്താ തോന്നിയത്? ശരിക്കും റിക്വസ്റ്റ് ഇടുന്ന ആദ്യം ചേച്ചിക്ക് മനസ്സിലായിട്ടുണ്ടാവൂലേ? ഉണ്ടാവില്ല. ആ പേരൊക്കെ ഇങ്ങനെ ചോദിച്ചു പോയപ്പോഴത്തേക്ക് പാവം അതിനൊന്നും അറിയത്തില്ല ഇങ്ങനെയൊക്കെ റിക്വസ്റ്റ് വരും. റിക്വസ്റ്റ് അയച്ചെങ്കിലേ ഞാൻ ബുദ്ധിപൂർവ്വം അപ്പൊ പെട്ടെന്ന് സംസാരിച്ചില്ല. അതായത് ഇപ്പൊ റിക്വസ്റ്റ് അയക്കുന്നു, അപ്പൊ റിക്വസ്റ്റ് അയച്ച അപ്പൊ തന്നെ ഹായ് ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അല്ല. അപ്പൊ ഞാനന്ന് ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ, 6 വർഷം മുന്നേ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടെ യങ് ആണ്, നമുക്ക് കുറച്ചുകൂടെ ആക്കണം എന്നുണ്ടാവുമല്ലോ, പെട്ടെന്ന് എല്ലാം സംസാരിച്ച് സെറ്റ് ആക്കണം എന്നുള്ള കാര്യത്തിനകത്ത്. പക്ഷെ അപ്പോഴും ഞാൻ കുറച്ച് മറ്റേ ഇങ്ങനെ എന്താ പറയണ്ട ഒരു കൺട്രോളിലാണ് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത്. അതായത് പെട്ടെന്ന് ഞാൻ ചാടിക്കണമെങ്കിൽ കോഴി ഇമേജ് ഉണ്ടാകാൻ പാടില്ല നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് റിക്വസ്റ്റ് ഇന്ന് അയക്കുന്നു, 2 ദിവസം കഴിഞ്ഞൊരു മെസ്സേജ് അയക്കുന്നു, അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നില്ല. തുടക്ക സമയത്ത് മെസ്സേജ് അയക്കുമ്പോൾ എന്തെടുക്കുക, സുഖമാണോ, വിശേഷം എന്തുണ്ട്, ഇതൊന്നും ചോദിക്കില്ല. ഇപ്പൊ ഇന്നൊരു മെസ്സേജ് അയച്ചു, ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അടുത്ത മെസ്സേജ് അയക്കുക. അപ്പോൾ അവരെ ഫ്രീ ആക്കി കൊണ്ടുവന്നു. അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ എനിക്കതിന് പോകാൻ പറ്റില്ല ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി പുള്ളിക്കാരത്തി ഇത്തിരി ഡെസ്പാന്ന് മനസ്സിലായി, ഇത്ര സങ്കടപ്പെട്ടിരിക്കുക. അന്ന് എനിക്ക് മനസ്സിലായി ഇപ്പൊ സങ്കടപ്പെട്ടിരിക്കുന്ന സമയം. അപ്പൊ ഏറ്റവും ആദ്യം പുള്ളിക്കാരത്തിയായിട്ടൊരു കുറച്ച് കണക്ഷൻ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന സമയം ഇതല്ലേ. അപ്പൊ ഞാൻ പെട്ടെന്ന് കുറച്ച് ആശ്വാസ വാക്കുകളുമായിട്ട് അങ്ങോട്ട് ചെന്നു. അന്നോട്ടാണ് കുറച്ചുകൂടെ കമ്പനി ആകുന്നത്. സാരമില്ലടോ, ഒന്ന് പോയി കണ്ടാ മതി, അതൊക്കെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, എനിക്ക് അവിടെ കല്യാണത്തിന് പോകാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ തുടങ്ങിയതാണ്. ആരെ ശരിക്കും പ്രപ്പോസ് ചെയ്തത് ആദ്യം? അങ്ങനെ പ്രപ്പോസ് ചെയ്തിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഞങ്ങള് സംസാരിച്ച് മനസ്സിലായി ഇത് തന്നെ. നേരിട്ട് കാണാൻ വേണ്ടിട്ട് ദിവസം പ്ലാൻ ചെയ്തു. അങ്ങനെ ചങ്ങനാശ്ശേരി ശരവണ ഹൗസിൽ വെച്ചിട്ടാണ് ഏറ്റവും ആദ്യമായിട്ട് ഞങ്ങൾ കാണുക. അപ്പൊ ഞാൻ അവിടെ കാണാൻ വേണ്ടി ചെല്ലുന്നു. ഞാൻ മുണ്ടൂത്തിന്റെ വന്നു തോന്നുന്നു അല്ലേ, ഞാനെന്നോ ഡ്രൈവിംഗ് ടെസ്റ്റും കഴിഞ്ഞ് വെയിലത്ത് അത് ആദ്യമായിട്ട് കാണുന്നു. അങ്ങനെ കണ്ട് സംസാരിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി പുള്ളിക്കാരത്തേക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോ പ്രപ്പോസ് ചെയ്യേണ്ട ആവശ്യം എനിക്ക് വന്നില്ല. കാരണം ഓൾറെഡി മനസ്സിലായി ഇങ്ങോട്ട് ഇഷ്ടമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞങ്ങൾ ഏകദേശം 1 മാസത്തോളം ഇപ്പൊ സംസാരിച്ചു അല്ല, 1 മാസത്തോളം സംസാരിച്ച് നല്ല കമ്പനിയായി, നല്ലൊരു ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്നോടൊരു ചെറിയ ഇഷ്ടമുണ്ട്. പിന്നെ ഇഷ്ടം വലുതാക്കി എടുക്കുക എന്നുള്ളതായിരുന്നു എന്റെ കർത്തവ്യം. അത് ഞാൻ ഭംഗിയായിട്ട് ചെയ്തു. അവസാനം സുഹൃത്തുക്കളെ കല്യാണം കഴിച്ചിരിക്കുന്നു. ശരിക്കും ഇൻസിഡന്റ് ഉണ്ടായി പുറത്തിറങ്ങിയപ്പോ എന്താ ചേച്ചിക്ക് തോന്നിയത്? ഇനി പോണ്ടെന്ന് പറഞ്ഞിരുന്നോ? ഞാൻ വിളിച്ചപ്പോ ഓക്കെ സിജോ ഓക്കെ ആണ്, സിജുനെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കി, അത്രയുള്ള. നെക്സ്റ്റ് ഡേ രാവിലെ ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോ സിജോയുടെ സർജറി കഴിഞ്ഞെന്ന് പറഞ്ഞു. എനിക്ക് സർജറിയോ, ഇന്ന സർജറി, എനിക്കങ്ങ് എന്റെ കയ്യിൽ നിന്നെല്ലാം വിട്ടുപോയിട്ട് ഞാൻ കുറെ ഒക്കെ പറഞ്ഞു. എന്ന് പവൻലക്ഷ്മി കുറെ കേട്ടു. ഇത്രയൊക്കെ എന്നെ വൃത്തിയുടെ കാണിച്ചത് എനിക്ക് എന്റെ മൊത്തം സലമാനം കണ്ടുള്ള മതി. നമ്മൾ കാണുന്നില്ല, നമ്മൾ ജസ്റ്റ് ആ ഒരു പ്രോമോ വന്ന് ഇടി കണ്ടു, അത് കഴിഞ്ഞ് ഇങ്ങ് പോയതാ. പിന്നെ ആളെയും കണ്ടിട്ടില്ല. സർജറി ഒരു സംഭവം കൂടെ കേൾക്കുമ്പോ കിളി പോയി, മൊത്തത്തിലെ കൈ വിട്ടുപോയി. ഞാൻ പറഞ്ഞല്ലോ BB-യിൽ ഉണ്ടായിരുന്ന ഞാൻ BB പോകുന്ന സമയത്ത് എന്റെ മനസ്സിലൊരു ഞാൻ ഗബ്രിയുടെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗബ്രി ഞാനിവിടെ സംസാരിക്കുന്ന സമയത്ത് ഗബ്രി എനിക്ക് ഇങ്ങോട്ടാ പറഞ്ഞത്,
എടാ നീ ഇവിടെ വെച്ച് എല്ലാം ഗെയിമായിട്ട് എടുക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ പുറത്തിറങ്ങിക്കാൻ നല്ല സുഹൃത്തുക്കളായിരിക്കും. ഞാൻ അവിടെ വെച്ച് എൻ്റെ ഒരു പോളിസി തന്നെയായിരുന്നു. കാരണം ഞാൻ ബിഗ് ബോസ് എത്തി ആരായിട്ട് ഫൈറ്റ് ചെയ്താലും വഴക്കിട്ടാലും ഞാൻ ബിഗ് ബോസ് ഇത് പറഞ്ഞിട്ടുണ്ട് പലയിടത്തും. ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മളെല്ലാം ഭയങ്കര സുഹൃത്തുക്കളായിരിക്കും. ഞാൻ ഇന്നത് എനിക്ക് തോന്നുന്നു 23 പേരെടുത്ത് ഞാനത് ചെയ്യുന്നുണ്ട്. 25 പേരാണ് ടോട്ടൽ ഉണ്ടായിരുന്നത്. അതിൽ ഞാൻ സിബിൻ അവിടെ കണ്ടിട്ടില്ല. ഞാൻ സിബിനും ഒരു ദിവസം പോലും അവിടെ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ വരുന്നതിന് എൻ്റെ റീ എൻട്രിയുടെ സമയത്തിന് മുന്നേ സിബിൻ അവിടുന്ന് പോയി. സിബിനും വൈൽഡ് കാർഡ്സ് വരുന്ന സമയത്ത് ഞാൻ അവിടെ ഇല്ല. പൂജനെ ഞാൻ കണ്ടിട്ടില്ല. ബിഗ് ബോസിനകത്ത് വെച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. പക്ഷെ അവരായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്, മിണ്ടാറുണ്ട്, സൗഹൃദം പുലർത്താറുണ്ട്. പക്ഷേ ബാക്കിയുള്ള എല്ലാവരുടെയും സൗഹൃദം വെച്ച് പുലർത്തുമ്പോൾ ആ വ്യക്തിയെടുത്ത്, കാരണം ഇതിപ്പോ ഇവിടെ പറയേണ്ട കാര്യമില്ലെങ്കിലും പറയാം, ഋഷിയുടെ മാരേജിന്റെ അവിടെ വെച്ചിട്ടാണ് എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുന്നത്. ആദ്യമായിട്ട് ഒരു സോറി എന്ന് പറയും. ആ സോറി പറയുന്നത് അവിടെ വെച്ചല്ല, അതല്ല വേദി. ഋഷിയുടെ കല്യാണ സമയത്തല്ല സിജോ അടുത്ത് വന്ന് എക്സ്പ്ലനേഷൻ ചെയ്യേണ്ടത്. സോറി എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ ഉപയോഗിക്കുന്നതാണ് അല്ലേ. അതിനു മുന്നേ ഞങ്ങൾ ഒരേ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. ബിഗ് ബോസ് സീസൺ 6 എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ ഞങ്ങളുണ്ട്. എൻ്റെ നമ്പർ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. വേണമെങ്കിൽ അദ്ദേഹത്തിന് എൻ്റെ നമ്പർ വാങ്ങിച്ചിട്ട് നമ്പർ എടുത്തിട്ട് സിജോട ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്നും പറഞ്ഞിട്ട് ടെക്സ്റ്റ് ചെയ്യാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. അതൊന്നും ചെയ്യാണ്ട് ഒരുപാട് മീഡിയക്കാർ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു ക്ലാരിറ്റി, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത എന്തോ ഒരു കാര്യം ആൾക്കാർ മിസ്റ്റേക്ക് ആണെന്ന് ചിന്തിക്കുന്നത്, അതുകൊണ്ട് സിജോ എടുത്തൊരു സോറി പറഞ്ഞേക്കാം എന്നുള്ള രീതിയിൽ മറ്റുള്ള ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടൊരു കാര്യം പറയുന്നു. അതിൽ ഞാൻ ഒരിക്കലും എന്താ പറയണ്ടേ, കൺവിൻസ്ഡ് ആകേണ്ട ആവശ്യം എനിക്കില്ല. പിന്നെ അച്ചു അടക്കം എൻ്റെ ഫാമിലി, എൻ്റെ അമ്മ, അവർ കരഞ്ഞ, അവർ സഫർ ചെയ്ത, അവർ വിഷമിച്ച ഒരുപാട് മൊമെന്റ്സ് ഞാൻ നേരിട്ട് കണ്ട ആളാണ്. ഇവരടുത്തും അയാൾക്ക് വേണമെങ്കിൽ പണ്ടേ പറയാമായിരുന്നു. പിന്നെ അയാൾ ഇതൊരു സെലിബ്രേഷൻ ആയിട്ടാണ് കൊണ്ടു നടന്നത്. പുറത്ത് എത്ര വീഡിയോസ് ഞാൻ കണ്ടു. പുള്ളി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ് ഇതൊരു മാൻലി ആക്ട് ആയിട്ട് കാണാം. ഞാൻ തിരിച്ചാ മാൻലി ആക്ട് കൊടുത്തിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അപ്പം അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഒരാളൊരു റോങ് പ്രവൃത്തി ചെയ്തിട്ട് പേരിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടൊരു സോറി, അത് മീഡിയയുടെ മുന്നിൽ വെച്ച് മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഞാൻ ഇന്ന പോലെ സിജോ അടുത്ത് സോറി ചോദിച്ചിട്ടുണ്ട്, മാഫി ചോദിച്ചിട്ടുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചുള്ള അതൊരു ഷോ ഓഫ് മാത്രമാണ്. എനിക്ക് ഈ വിഷയത്തിൽ എനിക്ക് ലോകത്ത് ഒരാളെ പോലും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം എന്നെ ആൾക്കാർ കുറ്റപ്പെടുത്തിയാൽ എന്ത് പറഞ്ഞാലും ഈ വിഷയത്തിൽ എന്നെ സംബന്ധിച്ചോളം എനിക്ക് മാത്രം ബോധ്യമാകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ വ്യക്തിയായിട്ട് ഒരിക്കലും ഒരു സൗഹൃദം വെച്ച് കൊടുക്കേണ്ട ആവശ്യം എനിക്കിനി ഒരിക്കലുമില്ല, ലൈഫിൽ ഒരിക്കലുമില്ല. കാരണം എൻ്റെ ഏറ്റവും മോശം സ്റ്റേജിലൂടെ എന്നെയും എൻ്റെ ഫാമിലിയെയും എൻ്റെ ഇപ്പോഴത്തെ ഭാര്യനെയൊക്കെ കടത്തിവിട്ട ഒരു വ്യക്തിയാണ് അയാൾ. ഒരിക്കൽ പോലും മാന്യമായിട്ട് ആരുടെ സംസാരിച്ചിട്ടില്ല. പിന്നെ മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എൻ്റെ ആവശ്യമില്ല. അപ്പോൾ എൻ്റെ കല്യാണ സമയത്ത് ആ വ്യക്തിയെ ക്ഷണിക്കില്ല. ഇനി കല്യാണ സമയത്തൊന്നല്ല, എൻ്റെ മരണം വരെ ആ വ്യക്തിയുടെ എനിക്കൊരു ബന്ധവും ഉണ്ടാവില്ല. അതെൻ്റെ തീരുമാനമാണ്, അതെൻ്റെ മാത്രം തീരുമാനമാണ്. കാരണം കടന്നു പോയ ആളും ഞാനാണ്. കമന്റ് പറയുന്ന ആൾക്കാർക്കോ അഭിപ്രായം പറയുന്ന ആൾക്കാർക്കോ അവിടെ ഇരുന്ന് ചുമ്മാ കുത്തിയിരുന്ന് എന്തെങ്കിലും പറഞ്ഞാൽ മതി. അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എൻ്റെ തീരുമാനം അത് ഉറപ്പായ തീരുമാനമാണ്. അപ്പം എൻ്റെ കല്യാണ സമയത്ത് ഏതൊരു മീഡിയയിൽ ഒരു പെൺകുട്ടിയാണ് എന്തെങ്കിലും ചോദിക്കുന്നത്, വിളിച്ചിരുന്നു എന്നുള്ളത്. ആ വ്യക്തിക്ക് ആ ചോദ്യം, കാരണം ഇത് എന്താ പറയണ്ട, ആ വ്യക്തിയെ ചോദ്യം ചോദിക്കുന്നത് ആ സാധനം വെട്ടിക്കേറി ഒരു റീലാക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു റീച്ച് കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. പക്ഷെ അതുപോലും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആ ചോദ്യം. കാരണം അവിടെ വെച്ചിട്ട് ആ ചോദ്യം ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. കല്യാണം കഴിക്കാൻ വേണ്ടി ഞാൻ വന്ന് നിൽക്കുന്നു, എൻ്റെ പെണ്ണവിടെ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, ഇത്ര ആൾക്കാർ എൻ്റെ സഹോദരങ്ങളൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നു, എൻ്റെ പാരൻസ് ഒക്കെ വെയിറ്റ് ചെയ്യുന്നു. ആ സമയത്ത് അയാളെ വിളിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ഉത്തരം പറയാനാണ്? പിന്നെ ആ സമയത്ത് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉത്തരവായിരുന്നു കൊടുത്തത്. അതിൽ അത്രേ ഉള്ളൂ. പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞെങ്കിൽ ഒരു സോറി പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പൊ ആ മാരേജിൽ തന്നെ നമ്മള് ശ്രീതു ചേച്ചിയെ കണ്ടിട്ടുണ്ടായിരുന്നില്ല, വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അർജുൻ ചേട്ടൻ വന്നിട്ട് പെട്ടെന്ന് പോയത് എല്ലാരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, എന്താ പെട്ടെന്ന് പോയെന്ന്. അത് കമന്റ് ഇടുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടല്ലോ, ഇപ്പൊ പറയുന്നുണ്ട് ചുമ്മാതല്ല അന്ന് അടി കിട്ടിയത്, അങ്ങനെയൊക്കെയുള്ള കുറെ കമന്റ്സ് വരുന്നുണ്ട് വീഡിയോയുടെ അടിയിൽ. അപ്പൊ അത് കാണുമ്പോൾ എന്താ തോന്നുന്നു? ഈ കമന്റ് ഇടുന്ന ഞാൻ അങ്ങനെ കമന്റ്സ് വായിക്കുന്ന ആളല്ല. ഇപ്പൊ ഞാൻ അച്യുതത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ കേട്ടോ. കാരണം ആരെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് കമന്റ് ഇടുമ്പോഴാണ് ഞാൻ അറിയണേ ഇങ്ങനൊരു കമന്റ് ഉണ്ടെന്നുള്ളത്. ഞാൻ കമന്റിനെ പറ്റി ഒരിക്കലും ബോധപ്പെടാത്ത ആളാണ്. അച്ഛൻ നോക്കത്തില്ല, ഞാൻ കമന്റ് നോക്കും. പക്ഷെ ഇതുപോലുള്ള കമന്റ് ഞാൻ അച്ഛനെ അറിയിക്കാറില്ല. കാരണം കമന്റ് ഇടുന്ന ആൾക്കാരെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല മോനെ, ഞാൻ എപ്പോഴും ചിന്തിക്കുകയാണ്, നമ്മളിപ്പോ എവിടെ പോയാലും, ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം, ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും ഞാൻ എന്നെ വെച്ച് കമ്പയർ ചെയ്യുന്നതല്ല, അത് മണ്ടത്തരമാണ്. കാരണം അവര് എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാൾക്കാരാണ്. ലാലേട്ടൻ ഏറ്റവും കൂടുതൽ അറിയാവുന്ന നോൺ മലയാളീസ് ആണ് അല്ലെ, ലാലേട്ടനും മമ്മൂക്ക അത്ര വലിയ ആക്ടേഴ്സ് ആണ്. ഞാൻ മോനിപ്പോ വേണമെങ്കിൽ ലാലേട്ടന്റെ മമ്മൂക്കയുടെ പ്രൊഫൈൽ കയറി നോക്കിയാൽ മതി, അതിനകത്ത് തന്നെ എത്ര ആൾക്കാർ ചീത്തവിളിയും തെരുവിളിയും ഉണ്ട്. ഇപ്പൊ ലാലേട്ടൻ പണ്ട് ബിഗ് ബോസിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ പറഞ്ഞൊരു വാക്കുണ്ട്, മറ്റുള്ള ആൾക്കാർ എന്ത് പറയുന്നു എന്നുള്ള ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. മറ്റുള്ള ആൾക്കാർ എന്ത് പ്രവർത്തിക്കുന്നുള്ളത്. കാരണം
ഒരു ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു വീക്കെൻഡിൽ പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നെഗ് ഉണ്ടാവുമോ എന്നൊക്കെ ഒരു ചിന്ത നമുക്ക് മനസ്സിലുണ്ടാവുന്ന ഒരു ടോപ്പിക് അവിടെ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ എപ്പിസോഡിൽ കണ്ടോണെന്ന് എനിക്കറിയില്ല. അപ്പൊ ലാലേട്ടൻ അവിടെ വെച്ച് പറഞ്ഞതാണ്, അദ്ദേഹത്തിന്റെ ഇൻസിഡന്റ് വെച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്നെ തന്നെ എത്ര ആൾക്കാർ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ള ആൾക്കാർ എന്ത് പറയുന്ന ഒരിക്കലും ചിന്തിക്കുകയേ ചെയ്യരുത്. ഞാൻ എൻ്റെ ലൈഫിൽ എടുത്തിട്ടുള്ള പോളിസി അതാണ്. കാരണം ഇപ്പം ഞാൻ അടി കൊണ്ടു അല്ലെങ്കിൽ ഇടി വെച്ചു, അത് നന്നായി ചീത്തയായി, അത് അവരുടെ അഭിപ്രായമല്ലേ. എന്നെ സംബന്ധിച്ചോളം അത് കണ്ടിട്ട് ഞാൻ എന്തിനാണ് എൻ്റെ വേറെ ഏതോ എന്നെ അറിയാത്ത ഇവിടെ നിൽക്കുന്ന ഒരാള് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒരു കമന്റ് ആയിട്ട് അവിടെ ഇടുന്നു. ഞാൻ എന്തിനാ അയാൾ അവിടെ കിടന്ന് സംസാരിച്ചതിനെ പറ്റി ബോധവടാവണം? എനിക്ക് എന്നെ അറിയാമല്ലോ, എൻ്റെ ഈ ദിവസത്തെ ആക്ടിവിറ്റീസ് എനിക്ക് നന്നായിട്ട് അറിയാം, എൻ്റെ കൂടുതൽ ആൾക്കാരെ പറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാനപ്പോൾ വേറൊരു തേർഡ് പാർട്ടി പറയുന്നത് കേട്ടിട്ട് എൻ്റെ ദിവസം കളയേണ്ട ആവശ്യം എനിക്കില്ല. ഞാനത് മൈൻഡ് ചെയ്യാറില്ല. ഇല്ല. ഇപ്പൊ ചേച്ചിക്ക് ചേട്ടനിൽ വരുന്ന കമന്റ്സ് വായിച്ചിട്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നിയ ഒരു കമന്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, എന്താ തോന്നിയിട്ടുള്ളത്? കാരണം ഇത് സിജോ ചേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് തോന്നിയിട്ടുള്ള കമന്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. ആ ഒരു ഇൻസിഡന്റ് നടന്ന സമയത്ത് എനിക്ക് അത് ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു കമന്റ്സ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. നിനക്ക് അന്ന് തല്ലി കൊണ്ടത് നന്നായി, റോക്കിനെ ഒന്നുകൂടെ വിളിക്കണോ, പിന്നെ എന്റെ കുടുംബത്തിൽ നിന്ന് വിളിച്ചാൽ മതിയല്ലോ വരാനേ. അമ്മാതിരി ദേഷ്യമൊക്കെ വരാം. അതെ, റിവഞ്ച് ചിരിച്ചോണ്ട് പറയുന്ന ആളിങ്ങനെ ഇരിക്കുന്നു വിചാരിക്കണ്ടോ, ഓടിച്ചു മടക്കി കഷ്ടത്ത് വെച്ചൊന്ന് പൊക്കോളും. സീരിയസ്ലി ആണോ? ഭയങ്കര ദേഷ്യക്കാരിയാണോ? ദേഷ്യക്കാരിയാണ്, നല്ല സ്ട്രോങ് ആണ്. പഴയ ബ്ലാക്ക് ബെൽറ്റ് കണ്ടാണ് ചേച്ചി എല്ലാം ആണ്. ഞാൻ ദേഷ്യപ്പെടും, നന്നായിട്ട് ദേഷ്യപ്പെടുന്ന ഒരാളാ. ആൻഡ് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നതൊക്കെ അച്ഛൻ ഭയങ്കര കാമാണ്. അതാണ് ഞങ്ങൾ തമ്മിൽ പോകുന്നത് കൊണ്ടാണ്. ആൾക്കാർക്ക് കാണുമ്പോഴേ ഞാനെന്തോ ഭയങ്കര തൊള്ളറപ്പ്, ഞാൻ ഭയങ്കരമായിട്ട് ലൗഡായിട്ട് സംസാരിക്കുന്ന ആള്, ഞാൻ കൂടുതൽ സംസാരിക്കുന്ന ആളാ. പക്ഷെ തിരിച്ചാ പ്രവൃത്തിയിൽ ഇപ്പൊ ഞങ്ങളൊന്ന് വഴക്കെട്ടെന്ന് വിചാരിച്ചോ, അപ്പൊ ഞാൻ ഭയങ്കര അച്ചു ശാന്തമായിട്ടിരിക്കുക, അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ആശ്വസിപ്പിക്കും. അങ്ങനെയല്ല, ഞാൻ എപ്പോഴാ ദേഷ്യപ്പെട്ടെ, ഇതാണ് അങ്ങനെ ഞാൻ ചോദിക്കുന്നത്. എപ്പോഴാണ് ഞാൻ ദേഷ്യപ്പെട്ടെന്ന് ചോദിക്കുന്നത് പോലും ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. ദേഷ്യപ്പെട്ടില്ലല്ലോ, അങ്ങനെ ഒരു രീതിയാണ് തോന്നുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ പ്രകൃതം അങ്ങനെയാണ് അല്ലേ, ഭയങ്കര സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന. പക്ഷെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആ ഒരു മൈൻഡ് സെറ്റ് ആണ് ചേച്ചി. ചേച്ചിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഭാവം എന്താ സിജോ ചേട്ടാ? നമുക്ക് ഇപ്പൊ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ പുള്ളിക്ക് അത് ക്ലാരിറ്റി ഉണ്ടാവും. ഏത് ഇപ്പൊ എന്നെ സംബന്ധിക്കുന്ന ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ശരി, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പോവാം. ഒരു ഉദാഹരണം പറയാം, ഞാനിപ്പോ നാളെ ഒരു വാഹനം എടുക്കാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ നാളെ ട്രിപ്പ് പോകാൻ തീരുമാനിക്കുന്നു, എന്താ എക്സോറോയി ആ വിഷയത്തിൽ പുള്ളിക്കാരത്തേക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടാവും. അതായത് ഇത് ചെയ്താൽ ഇപ്പോൾ ശരിയാവില്ല, അത് എന്തുകൊണ്ടെന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരും. അത് എ ടു സെഡ് എന്ത് കാര്യത്തിലാണെങ്കിലും സൊല്യൂഷനും അതിന്റെ എക്സ്പ്ലനേഷനും ലിനുവിന്റെ അടുത്ത് ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് ഭയങ്കര നല്ലൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് ലിനുവിന്റെ ക്യാരക്ടർ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അത് തന്നെയാണ്. കാരണം ഇപ്പൊ ഞാൻ പല സ്ഥലങ്ങളിലും കൺഫ്യൂസ്ഡ് ആയിരിക്കും, എനിക്ക് കൃത്യമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റണമെന്നില്ല, പക്ഷെ അത് ലിനുവിന് പെട്ടെന്ന് സാധിക്കും. ലിനു പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് വരാറുമുണ്ട്. അതങ്ങ് ചെയ്യുക. അച്ഛൻ ബാക്കി കാര്യങ്ങൾ മൊത്തം ആലോചിക്കത്തില്ല, ഇത് ചെയ്താൽ നല്ലതാണോ, അതിലെ ആ ഒരു സാധനം ഞാൻ നോക്കൂ. ഇപ്പൊ വീട്ടിൽ വന്ന ശേഷം ഫസ്റ്റ് ഡേ തന്നെ കുറച്ച് റൂമൊക്കെ അലങ്കോലായിട്ട് കിടന്നപ്പം എന്താ ചേച്ചി തോന്നിയത്? ഒരു മിനിറ്റ്, എന്താ ചേച്ചി തോന്നിയത്? ഞാൻ അലമാരി പറഞ്ഞു, 1 ഇഞ്ച് സ്ഥലമില്ല അച്ഛേ, ഷർട്ടൊക്കെ മാറ്റിക്കോ. നിങ്ങൾ ഗേൾസ് വന്നൊരു സീനായല്ലേ ശരിക്കും? സാധനം വെക്കണേ, നീ വീട്ടിൽ നിന്ന് അലമാരി ഉണ്ടോ? ഇപ്പൊ എങ്ങനെ എല്ലാം ബാലൻസ്ഡ് ആണ് അല്ലേ കാര്യങ്ങളൊക്കെ? ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോണ്ടിരിക്കുന്നത് കുറെ തുണിയുണ്ട് വെക്ക്. അന്നെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം ഞങ്ങൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കിടയിൽ മാത്രമല്ല, അതായത് നമ്മുടെ നൈറ്റാണ് നമ്മുടെ കല്യാണം ഉച്ചക്ക് 3 മണിക്ക്, അന്ന് 6 മണിക്ക് റിസപ്ഷൻ, 10 മണി വരെ റിസപ്ഷൻ പോകുന്നു. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ കല്യാണം നടന്ന റിസോർട്ട് ഞങ്ങൾ നിൽക്കണോ വേണ്ടയോ എന്നുള്ളൊരു, കാരണം നമ്മൾ അവിടെ 5-6 റൂം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ആദ്യം ചിന്തിച്ചിരുന്നത് പിറ്റേ ദിവസം പള്ളിപ്പെരുന്നാളാണ്, നെക്സ്റ്റ് ഡേ പള്ളിപ്പെരുന്നാൾ വരുന്നുണ്ട്. അപ്പോൾ ലിനുവിന്റെ പപ്പയും മമ്മീനെയും ഇവിടെ സ്റ്റേ ചെയ്യിപ്പിക്കുക, എന്നിട്ട് പറ്റുമെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുക, റിസോർട്ടിൽ തന്നെ നിൽക്കുക. ഇത് നമ്മുടെ ആദ്യത്തെ പ്ലാൻ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു, എടാ അങ്ങനെയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ റിസോർട്ടിൽ നിൽക്കുമായിരിക്കും, അങ്ങനെയാണെങ്കിൽ റൂം അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമുള്ള വരുന്നില്ല. അപ്പോൾ ഈ റൂം അറേഞ്ച്മെന്റ്സ് എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട്സിനും എനിക്കും ഒരു ക്ലാരിറ്റി അന്ന് ഇല്ലാണ്ടായിപ്പോയി. അന്ന് ഫ്രണ്ട്സ് ഉൾപ്പെടെ വീട്ടിൽ വന്നു. രാത്രി ഞങ്ങൾ വീട്ടിലെത്തുന്നത് രാത്രി 1 മണിക്ക്. ആ സമയത്താണ് ഞങ്ങൾ വീട്ടിലേക്ക് പരിപാടിയെല്ലാം കഴിഞ്ഞു എന്റെ ഫ്രണ്ട്സ് വീട്ടിൽ നിന്ന് പോകുന്നത് 3 മണിക്ക്. അപ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായി. ഇപ്പൊ എന്റെ അമ്മയ്ക്കാണെങ്കിൽ അന്ന് പ്രഷർ കുറച്ച്
ലോ ആയിപ്പോയി. അതുകൊണ്ട് അമ്മ ഇവിടുന്ന് ഒരു ഞങ്ങൾ ഒന്നിച്ചല്ല നേരത്തെ ഒന്നിച്ചല്ല ഞങ്ങൾ പോയത്. കാരണം അമ്മയ്ക്ക് വയ്യാണ്ടായിട്ട് എന്നെ വിളിച്ചു, ശ്വാസം മുട്ടലായി, പ്രഷർ ലോ ആയിട്ട് എനിക്ക് പറഞ്ഞു എനിക്ക് ഒന്നെങ്കിൽ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും, ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു അങ്ങനെ നിങ്ങൾ പൊക്കോ, ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ നേരെ എനിക്കിവിടെ ഇറങ്ങാൻ പറ്റില്ല, കാരണം ആ സമയത്ത് ഇങ്ങനെ നിൽക്കുക. ഞാൻ ചോദിച്ചു ഞാൻ വരേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു വേണ്ട, നീ ഇവിടെ നിൽക്ക്, എന്നിട്ട് ഞങ്ങൾ പറ്റുകയോ ഹോസ്പിറ്റൽ എന്റെ ഫ്രണ്ട്സിനെ വിളിച്ച് ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് ഇന്നലെ വയ്യ നോക്കാൻ പറഞ്ഞു. അങ്ങനെ അത് പോയി. പക്ഷെ അത് മനസ്സിലാക്കി കൂടെ നിന്നു അല്ലേ? പിന്നെ കഷ്ടമുണ്ട് സിജോ ചേട്ടാ. അല്ല ലിനുവിനെ കൊണ്ട് പണിയൊന്നും ചെയ്യിപ്പിച്ചൊന്നുമില്ല. ഞങ്ങള് തന്നെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി കുറെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം മാറ്റി വെച്ചിട്ട് പിന്നെ അമ്മയും ലിനുവും കൂടെ വന്നിട്ട് കുറെ അറേഞ്ച്മെന്റ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. ഇനി ഞങ്ങൾക്ക് ആ റൂം ഒന്നുകൂടെ ഒന്ന് പരിപാടീസ് കുറച്ച് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് സമയം കിട്ടുന്നില്ല, അത് വേറെ കാര്യം. ഞങ്ങള് വൈകിട്ടാ കയറി ചെല്ലുന്നേ, കാരണം ഞങ്ങൾക്ക് ഒത്തിരി തിരക്കും കാര്യങ്ങളും. ഞങ്ങളിപ്പം വിരുന്നും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതും അതിന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് ആദ്യ ദിവസം തന്നെ എണ്ണീറ്റ് വന്ന് 11 മണിക്കാ. പിന്നെ എന്റെ അടുത്ത് എന്റെ ഫ്രണ്ട്സ് ചോദിച്ചു റൂമിൽ കുറച്ച് മുല്ലപ്പൂ റോസപ്പൂ ഒക്കെ വെക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് അങ്ങനത്തെ പരിപാടി താല്പര്യം. അതുകൊണ്ടാണ് അങ്ങനെയൊന്നും നിങ്ങൾ കാണാത്തത് കേട്ടോ, അല്ലാതെ അല്ലേ? അല്ല മുല്ലപ്പൂവും റോസാപ്പൂവും മറ്റേ പാലും പരിപാടീസും അതൊന്നും അല്ലല്ലോ ഉണ്ടാവില്ല. പിന്നെ പക്ഷെ ആ റൂം അറേഞ്ച് ചെയ്ത് വെക്കേണ്ട എന്റെ ഉത്തരവാദിത്വമാണ്. അതായത് ഇപ്പോ ഇവള് ഫസ്റ്റ് ഡേ വീട്ടിൽ വരുന്നതാണ് അല്ലെ, അപ്പൊ വീട്ടിൽ വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ഇംപ്രഷൻ ആണല്ലോ അത്. അപ്പോൾ എന്റെ റൂം, അതായത് ഞാൻ മാത്രം ഉണ്ടായിരുന്നൊരു റൂമാണ് അത്. അപ്പം സ്വാഭാവികമായിട്ട് അതെന്റെ കൂടെ മിസ്റ്റേക്കാ. കാരണം ഞാൻ ചിന്തിക്കണമായിരുന്നു ഒരു പെൺകുട്ടി കയറി വരുന്നുണ്ട്, അപ്പൊ ആ റൂം അങ്ങനെ അല്ലായിരുന്നു ഇടേണ്ടെന്നുള്ളത് ഞാൻ ചിന്തിക്കേണ്ട കാര്യമാണ്. പക്ഷെ എനിക്ക് എന്റെ ഓട്ടത്തിനിടയിൽ അത് കംപ്ലീറ്റ്ലി ചിന്തിക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. എന്റെ കമ്മ്യൂണിക്കേഷൻ അവിടെ കുറച്ച് മിസ്റ്റേക്ക് ആയിപ്പോയി. ഞാൻ എന്റെ ഫ്രണ്ട്സുമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതും ഒന്നുകിൽ ഞാൻ ഇവിടെ താമസിക്കുന്ന ഉറപ്പ് പറയണമായിരുന്നു. ഐ മീൻ കല്യാണം നടന്ന സ്ഥലത്ത് തന്നെ താമസിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയണമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരുന്ന ഉറപ്പാണ്. ഞാൻ രണ്ടും പറയാണ്ട് ചിലപ്പോൾ വരും ചിലപ്പോൾ അവിടെ ആയിരിക്കും എന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ലാതെ ഞാൻ സംസാരിച്ച് വെച്ചു. കാരണം നല്ല ഓട്ടത്തിലായിരുന്നു അന്ന് വെളുപ്പിന് കല്യാണം നടക്കുന്ന ദിവസം വെളുപ്പിന് 4 മണിക്ക് ബീച്ച് സൈഡിലാണല്ലോ കല്യാണം നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ സ്റ്റേജ് കാര്യങ്ങൾ. അപ്പോൾ വെളുപ്പിന് 4 മണിയായപ്പോഴത്തേക്ക് എന്റെ ഫ്രണ്ട്സ് കൂടെ വന്നു, എന്നെ വിളിച്ചു, സിജു ഞങ്ങളുടെ എത്തി, പണി സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ ഞാൻ അതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ സംസാരിച്ച് അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാനും കണ്ടിട്ടുണ്ട്. എത്ര നാളായിട്ട് ഞാൻ വീഡിയോ കോളിലാണ് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് പുള്ളി. ചേച്ചി എല്ലാത്തിലും ഇങ്ങനെ അഡ്ജസ്റ്റ് ആവുന്ന ഒരാൾ തന്നെയാണ് അല്ലേ? അങ്ങനെ എല്ലാത്തിനും കോംപ്രമൈസ് അഡ്ജസ്റ്റഡ് ആയി കൊണ്ടുപോകുന്നുള്ളതല്ല. അത് ഞാനൊരു ദിവസം നോക്കിയാലും ശരിയാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ആളെ കിട്ടിയ ചേട്ടൻ ഭാഗ്യം അല്ല പുള്ളിക്കാരത്തേക്ക് പറഞ്ഞു മേലെ ഈ റൂമിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ സ്വഭാവം മാറുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞോട്ടോ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഇനി മേലെ ഈ റൂമിങ്ങിന് ഇടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പ്രത്യേകം ഓർമ്മിക്കാണ്ടൊക്കെ ഇപ്പൊ നമ്മളിപ്പം കോംബ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് പോകും, അല്ലെങ്കിൽ നമ്മള് വെറ്റാനുള്ള ടവൽസ് ഒക്കെ അവിടെ ഇട്ടിട്ട് വെക്കാറുണ്ട്. ഇപ്പൊ എന്റെ രീതി അങ്ങനെയാണ്. ഞാൻ അച്ഛനറിയാം. അതായത് ഞാനിപ്പോ വീട്ടിലെ റൂമിലേക്ക് വരത്തില്ലേ, ഞാൻ പെട്ടെന്ന് ഷർട്ട് വരും ഇങ്ങനെ ഇടും. ചിലപ്പോ അത് കട്ടിലായിരിക്കും കിടക്കുക, ഞാൻ കിടക്കുന്ന ബെഡിൽ കിടപ്പുണ്ടാവും. ചിലപ്പോ പാൻസ് ഊരിയിട്ട് ചിലപ്പോ എന്റെ ഹാങ് ചെയ്യുന്നവിടേക്ക് പാൻസ് ഇടുമായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് ഇപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീട്ടിലേക്ക് ചിലപ്പോൾ എന്റെ കാറിന്റെയോ ബൈക്കിന്റെ കീ ഉണ്ടാവുമല്ലോ, ഞാൻ ആ കീ എവിടെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്ര നാളെ ഞാൻ ആ കീ എവിടെ വെക്കുന്ന ഉത്തമ ബോധ്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ എവിടെയെങ്കിലും കൊണ്ട് വെക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അമ്മയെ എടുത്തുകൊണ്ട് കൊടുക്കും. ഇങ്ങനെയാണ് ഞാൻ ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഇനി കാർ നേരെ കൊണ്ടുവന്നിട്ട് വീട്ടിൽ കയറ്റിയിട്ട് കാറിന്റെ കീ എടുത്ത് എന്റെ സ്ഥലം കാണിച്ചു തന്നിട്ടുണ്ട്, അവിടെ തന്നെ വെക്കണം. ഞങ്ങളുടെ രൂപത്തിന്റെ മുന്നിൽ കർത്താവിന്റെ രൂപത്തിന്റെ മുന്നിൽ വെക്കണം. എന്റെ താക്കോലാണെങ്കിൽ ഞാൻ അതോടെ വെച്ചിരിക്കും. എന്നോട് ചോദിക്കരുത്, അവിടെ ഉണ്ട് താക്കോൽ, അവിടെ ഉണ്ട്, ആരോടും ചോദിക്കണ്ട, തന്നെ വന്ന് എടുക്കാൻ പറഞ്ഞു. പിന്നെ എനിക്ക് പറഞ്ഞു കുളിച്ചിട്ട് വരുമ്പോഴത്തേക്കും എന്റെ ടവൽ ഉണ്ടല്ലോ ടർക്കി, ആ ടർക്കി ഞാൻ സാധാരണ ബെഡിലിന്റെ സൈഡിൽ കൊണ്ടൊക്കെ ഇടും. എനിക്ക് പറഞ്ഞു അങ്ങനെ ഇടാൻ പറ്റില്ല, അതുകൊണ്ട് പുറത്ത് വെക്കണം. പിന്നെ എനിക്ക് ഓരോന്ന് പറയുന്നുണ്ട് വാച്ച് ഇവിടെ വെക്കണം. ഞാൻ പറഞ്ഞു അലക്കാൻ എന്തെങ്കിലുണ്ടോ? എനിക്കൊന്നും അലക്കാനില്ല, ഇതലക്കാനുള്ളതല്ലേ ഇതലക്കാനുള്ളതല്ലേ. ഞാൻ എല്ലാം കൂടെ എടുത്ത് ഞാൻ എന്റെ ഡ്രസ്സൊക്കെ ഹാങ് ചെയ്യുന്ന സ്ഥലമുണ്ട്, അപ്പൊ ഞാൻ അവിടെ കൊണ്ട് ഇങ്ങനെ ഹാങ് ചെയ്തിടും. അപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് വന്നിട്ട് പറഞ്ഞു അലക്കാനുള്ളതൊക്കെ എന്തേ? ഞാൻ പറഞ്ഞു എനിക്കൊന്നും അലക്കാനില്ല. പറഞ്ഞു എന്താ അതൊക്കെ എടുക്ക്. അങ്ങനെ ആക്കി ഞാൻ കൊടുത്തു. അപ്പൊ എനിക്ക് പറഞ്ഞു നാളെ ഒരു ബാസ്കറ്റ് വാങ്ങിക്കണം, അവിടെ അലക്കാനുള്ള എല്ലാം എടുത്ത് ബാസ്കറ്റിൽ ഇടണം. അവിടെ ഇട്ടാ മതി, ഞാൻ കൊണ്ടിട്ടോളാം, അലക്കിട്ടോളാം, പക്ഷെ അവിടെ തന്നെ ഇട്ടിരിക്കണം. അത്ര എനിക്ക് ഡിമാൻഡ്. അക്കാര്യത്തിലൊക്കെ അങ്ങനെ ഭയങ്കര ഹൈജീൻ ഉള്ളൊരു
അത് വേണം നിർബന്ധം. അടുക്കും ചിട്ട ചേച്ചിക്ക് അതെ ആ മുറി ഒന്ന് ശരിയാക്കണമെങ്കിൽ അങ്ങനെയൊക്കെ വേണം, ശരിയാക്കി എടുക്കണം. ചേട്ടാ ഇപ്പൊ എങ്ങനെയുണ്ട്? കുറച്ച് സാധ്യതകൾ അതാ ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ എനിക്ക് പിന്നെ ഞാൻ അറിയാലോ ലിനുന്റെ ക്യാരക്ടറും പരിപാടീസ് ഒക്കെ എനിക്കറിയാം. അപ്പൊ ഞാൻ ലിനൊരു കാര്യം പറയുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ തർക്കിക്കാൻ പോറില്ല. കാരണം തർക്കിക്കായിട്ട്, കാരണം എനിക്കറിയാം തർക്കിച്ചാലും അവസാനം ഞാൻ അവള് പറയുന്നത് തന്നെ കേൾക്കേണ്ടി വരും. പിന്നെ ഞാൻ വെറുതെ തർക്കിച്ച എന്നെ സമയം കളേണ്ട ആവശ്യമില്ല. ജയിക്കും വരെ ഞാൻ തർക്കിക്കും. അങ്ങനെ കേട്ടുന്നു. അത് ഞാൻ ശരിയാക്കി എടുത്തിട്ട് എന്തെങ്കിലും കാര്യം ഞാൻ പറഞ്ഞാലും കേൾക്കും കേട്ടോ. അങ്ങനെ അല്ല, പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ശരിക്കും 100% ശരിയായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. വേണ്ടതല്ലേ. ഇനിയിപ്പോ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ എന്താണ്? പ്ലാൻ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ചെയ്യുക. ഇപ്പൊ കുറച്ച് നാളായിട്ട് എന്റെ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയായിരുന്നു. ഇപ്പൊ ഞാൻ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എന്റെ നിന്ന് പറഞ്ഞു, ബോബി ചെമ്മണ്ണൂരിനെ പറ്റി സംസാരിക്കുമ്പോൾ കുറച്ച് കൺട്രോളൊക്കെ വേണേ. നമ്മുടെ ഒരു കൺട്രോൾ ഉണ്ടാവത്തില്ല. കാരണം ചിലതൊക്കെ ശ്രദ്ധിച്ചു പോകും. എന്തിനാ ഇത്രയൊക്കെ? കഴിഞ്ഞ ദിവസം റിയാക്ഷൻ വീഡിയോ ഞാനുള്ളതുകൊണ്ട് അച്ഛൻ കൊറേയൊക്കെ ഞങ്ങൾ ആദ്യം വീഡിയോ ഷൂട്ട് ചെയ്തു. അപ്പം അതിനകത്ത് കുറച്ച് എനിക്ക് പറഞ്ഞു ഇത്തൂടെ മയത്ത് സംസാരിക്കേ. അങ്ങനെ ഞങ്ങൾ ആ വീഡിയോ മാറ്റിയിട്ട് വീട്ടിൽ വന്നിട്ട് രണ്ടാമത് പിന്നെയും ഷൂട്ട് ചെയ്തു. അപ്പോ ഇന്നിപ്പോ ഇപ്പം നമ്മുടെ ബോബി ചെമ്മണ്ണൂരിന്റെ ഇഷ്യൂ നടന്നിരിക്കുകയല്ലേ. അപ്പോ അയാളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ആ സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞു, പക്ഷേ കുറച്ച് മയത്തിലൊക്കെ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞില്ല മയമൊന്നും ഉണ്ടാകത്തില്ല, അയാളെപ്പോഴുള്ള ഒറ്റയ്ക്ക് പോയി എടുത്ത്, അതുകൊണ്ട് മാത്രം ഒറ്റയ്ക്ക് പോയി. ഞാൻ സമ്മതിക്കുന്നില്ല, അച്ഛൻ നിർത്ത്, ഇത്രയൊന്നും വേണ്ട. എന്റെ അടുത്ത് പറയും ചില സമയത്ത് ഇത്രയും ഹാർഷായിട്ട് സംസാരിക്കരുത് എന്ന് പറയും. അപ്പം ഇപ്പൊ ഞാൻ കുറച്ച് മയമുണ്ട് എനിക്ക്. പക്ഷെ ഞാൻ സാധാരണ സംസാരിക്കുമ്പോ എനിക്ക് റിയാക്ഷൻസ് ചെയ്യുമ്പോൾ, ഇപ്പൊ നമ്മളിപ്പോ ബോബി ചെമ്മണ്ണൂരിന്റെ ഇഷ്യൂ ഇടുക അല്ലെ, ഇപ്പൊ ആ വിഷയത്തിൽ നമുക്ക് ഒരിക്കലും അയാളെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോ അയാളെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഒരു രീതിയിൽ പറ്റത്തുമില്ല. സപ്പോർട്ട് എന്നല്ല, അയാളെ അതൊരു ന്യായം പോലും ഇല്ല. അപ്പോ ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ വാക്കുകളിനകത്തും എന്റെ ബോഡി ലാംഗ്വേജിനകത്തും ആ ഇഷ്ടക്കേട് പ്രകടമാവും. അപ്പൊ അയാൾ ചിലപ്പോൾ ഒരുപാട് കാശുള്ള വ്യക്തിയോ അല്ലെങ്കിൽ വലിയൊരു ആളൊക്കെ ആയിരിക്കാം. പക്ഷെ എന്റെ സംസാരത്തിനകത്തും പ്രവർത്തിക്കാത്തും ആ മയം അല്ലെങ്കിൽ ആ മിതത്വം കൊണ്ടുവരാൻ എനിക്ക് പറ്റില്ല. അത് മനഃപൂർവ്വം ഞാൻ ചെയ്യത്തല്ല, എനിക്കത് വരില്ല. അപ്പൊ എന്റെ അടുത്ത് പറയാറുണ്ട് കുറച്ച് മിതത്വമൊക്കെ ആവാം. ഞാൻ പക്ഷെ എനിക്കത് ഫോളോ ചെയ്യാൻ കുറച്ച് പാടാണ്. ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു മാറ്റർ വിഷയത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ ആ ഇഷ്ടക്കേടും അല്ലെങ്കിൽ ആ സംസാര രീതിയൊക്കെ എന്റെ ശരീര ഭാഷയിലും സംസാരത്തിലും പ്രകടമായിരിക്കും. അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട്. നോക്കാം. മാത്രമല്ല, കാരണം ഇപ്പൊ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ലൗഡായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. എന്തിനങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇങ്ങനെയൊക്കെ സംസാരിക്കാം. അപ്പൊ ചേച്ചിയുടെ ഒരു ഇതിൽ വെച്ചിട്ടാണെങ്കിൽ നമുക്കല്ലേ, അതുകൊണ്ടാണ് ചേച്ചിന് ആ ഒരു കാര്യത്തിൽ നിന്ന് മാത്രം സിജു ചേട്ടൻ കുറച്ചിങ്ങനെ മാറ്റി നിർത്തുക അല്ലേ, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ വേറൊന്നുമല്ല, അതിനകത്ത് നമുക്ക് പറയേണ്ട പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവാം. അതിലായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് വരുന്നത്. കാരണം ഞാനിപ്പോ ഇന്ന് സംസാരിച്ച വിഷയം ഇപ്പൊ അറിയാമല്ലോ, ഇപ്പോഴത്തെ കോൺട്രവേഴ്സി അറിയാമല്ലോ. ആ വിഷയത്തിൽ ഞാനിപ്പോ ഒരാളെ കംപ്ലീറ്റ്ലി എതിർക്കുകയാണ്. അയാൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും അയാളുടെ PR ടീംസ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ അവർ നമ്മളെ ഭീഷണിപ്പെടുത്താം, നമ്മളെ ചീത്ത വിളിക്കാം, തെറി വിളിക്കാം. അതിൽ ഇതിന്റെ ഭാഗമാക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ തെറികൾ കേട്ടോളാം, ചീത്തകൾ കേട്ടോളാം. വെറുതെ എടുത്ത് അവളെ എന്തിനാ എടുത്ത് അതിനകത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്റെ റിയാക്ഷൻ വീഡിയോ കാത്തുനിന്ന് ഞാൻ പതുക്കെ മാറ്റി വെച്ചതിന്റെ അതുകൊണ്ടാണ്. ചേച്ചിയുടെ ഫാമിലിയിലേക്ക് വരാണെങ്കിൽ നമുക്ക് ആ ഫാമിലി, ചെറിയൊരു ഫാമിലി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താലോ? അച്ഛൻ, അമ്മ. എൻ്റെ വീട്ടില് എനിക്ക് പപ്പ, മമ്മി, എനിക്ക് 2 സിസ്റ്റേഴ്സാ. അവർ രണ്ടുപേരും കല്യാണം എൽഡർ സിസ്റ്റേഴ്സാ. ഞാൻ 3 ഇളയാളാ. മൂത്തയാൾ അബുദാബിയിലെ നേഴ്സാ. അവളെ ഹസ്ബൻഡും എല്ലാം ഫുൾ ഫാമിലി അബുദാബി സെറ്റിൽഡാണ്. 2 പിള്ളേരുണ്ട്, ഒരു ആൺകൊച്ചും ഒരു പെൺകൊച്ചും, എഡ്വിനും എവിലിനും. എവിലിന്റെ വീഡിയോ ഒക്കെ വൈറലായിട്ട് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ 2ാമത്തെ ആള് ലിയയുടെ ഹസ്ബൻഡും അവരൊക്കെ ദുബായിൽ സെറ്റിൽഡാണ്. അവർ രണ്ടും MBA അക്കൗണ്ടൻസ് ആണ്. അപ്പം അക്കൗണ്ടാണ് ഹാൻഡിൽ ചെയ്തു. അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അവർക്കൊരു 6 months ബേബിയുണ്ട്. അവർ കുഞ്ഞിപ്പം നാട്ടിലുണ്ട്. അന്ന് കുഞ്ഞിനെ കാണാൻ പോയിട്ട് വരിക. ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കും. കുഞ്ഞു ഫാമിലിയാണ് അല്ലേ ചേച്ചി? വലുതായിക്കൊണ്ടിരിക്കും. ഒരാളും കൂടി വന്നു. വന്നിട്ടുണ്ട്. ഫാമിലി ഇപ്പൊ ഞങ്ങളുടെ ഫുൾ ഫാമിലി ഫോട്ടോ ഒക്കെ ആയിരിക്കുന്നു. ശരിക്കും സിജോ ചേട്ടനാണെങ്കിലും എനിക്കൊന്ന് ബിഗ് ബോസിൽ പോയ സമയത്ത് എല്ലാവരുമായിട്ട് അധികം അങ്ങനെ കമ്പനി ഉണ്ടാവില്ല. പക്ഷെ ഇപ്പൊ എല്ലാവരുമായിട്ടും അങ്ങനെ ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഒരു ക്യാരക്ടർ എല്ലാവർക്കും അങ്ങനെ കിട്ടണം എന്നില്ല. എല്ലാവരുമായിട്ട് അങ്ങനെ മിങ്കിൾ ചെയ്യാൻ സൗഹൃദം കൊണ്ടുപോകാന്നുള്ള കാര്യം അല്ലേ? ശരിക്കും ഇവിടെ ഇതിന് ശേഷമല്ലേ ചേട്ടാ ഇത്രയും കമ്പനി ആയി തുടങ്ങിയത് എല്ലാവരും? ബിഗ് ബോസിന്റെ പുറത്ത് വന്ന ശേഷമാണ്. എനിക്കറിയാം ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഗെയിം ഷോ ആണ്, നമുക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പോഴേ ഓരോ ആൾക്കാരുടെ മനസ്സിലൊരു ധാരണ ഉണ്ടാവും. ഫ്രണ്ട്ഷിപ്പ് മാത്രം പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ കണ്ട് ശീലിച്ച ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിക്ക് കുറെ അടി ബഹളമാണ് ഉള്ളത്. ഇപ്പോ ഞങ്ങൾ അവിടെ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വഴക്കിടുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒച്ച ഉണ്ടാക്കുന്ന ആൾ, ഏറ്റവും കൂടുതൽ ബഹളം വെക്കുന്ന ആള്, അവരായിരിക്കും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക.
അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ വരുമ്പോൾ ഓരോ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് മനഃപൂർവ്വമാണെങ്കിലും ഞാൻ കുറച്ച് വഴക്ക് ഉണ്ടാക്കണം. എനിക്ക് രതീഷേട്ടൻ പറഞ്ഞിട്ടുണ്ടടാ, ഞാൻ നിന്റെ അടുത്ത് ആദ്യ ദിവസങ്ങളിലൊക്കെ വഴക്കിട്ടത് അത് കണ്ടന്റിന് വേണ്ടിയിട്ടാണ് കേട്ടാ. കാരണം എനിക്ക് രതീഷേട്ടൻ ഭയങ്കര കൂട്ടാണ്. ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് എന്നെ ഒരു ബ്രദറിനെ പോലെ പുള്ളി കാണുന്നത്. ഞാനിപ്പോ പേരെടുത്ത് ഇപ്പൊ ഒരാളുടെ പേര് മാത്രമല്ല കേട്ടോ, എല്ലാവരും. അപ്പോ അവിടെ കാരണം രതീഷേട്ടൻ ഒരുപാട് വഴക്കതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് രതീഷേട്ടന്റെ പേരെടുത്ത് പറഞ്ഞത്. പുള്ളി പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് എന്നെ എപ്പോൾ രതീഷേട്ടന്റെ കണ്ടാലും ഒടുത്ത് കെട്ടിപ്പിടിക്കും. അതുകൊണ്ട് എനിക്ക് ഉമ്മയൊക്കെ വെച്ചിട്ട് കഥ പറയും. നമ്മൾ അന്ന് ഞാൻ രതീഷേട്ടൻ അതെല്ലാം കഴിഞ്ഞു, ഇപ്പൊ ഒന്നുമില്ല. അപ്പൊ എനിക്കറിയാമല്ലോ അത് അവരുടെ ഓരോ ആൾക്കാർ അവിടെ ചിലപ്പോ ബിഗ് ബോസ് ആയതുകൊണ്ട് അങ്ങനെ ആയതാണ്. വഴക്കിടുകയും ബഹളം വെക്കുകയൊക്കെ ചെയ്തതാണ്. എല്ലാവരും നല്ല മനുഷ്യന്മാരാണ്. അപ്പൊ അതുകൊണ്ട് പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ ആവശ്യമില്ല, അതെല്ലാം കഴിഞ്ഞു. ഇപ്പോ ഞാനും നോറ അതിന്റെ അകത്ത് വെച്ച് എന്തൊക്കെ ബഹളമായിരുന്നു. ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നോറയുടെ പാരന്റ്സ് വന്ന സമയത്ത് നോറ പോയിട്ട് നോറയുടെ ഉമ്മയെടുത്തും വാപ്പയെടുത്തും പറഞ്ഞു ഇവൻ എന്നെ വിഷവിത്തെന്ന് വിളിച്ചു. അപ്പോഴും ഞാൻ പറഞ്ഞു ആണ് അങ്ങനെ ആവണ്ട നിന്നെ ഞാൻ വിളിച്ചതെന്ന് ഞാൻ അവിടെ വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒരിക്കലും മിണ്ടത്തില്ലെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പുറത്തിറങ്ങി ഞങ്ങള് അത് കഴിഞ്ഞു, ആ സംഭവം കഴിഞ്ഞു.